അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് വിശേഷം? റാഹത്തല്ല എല്ലാവർക്കും. അള്ളാഹു നമുക്ക് റാഹത്തുള്ള സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നമ്മൾ ഇന്നൊരു ഓഫറായിട്ടാണ് കടന്നു വന്നത്. വ്യത്യസ്തമായ ഓഫറുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അള്ളാഹു നമുക്കെല്ലാം ഉപയോഗപ്പെടുത്തേണ്ട തൗഫീഖ് നൽകട്ടെ. നമ്മൾ പലപ്പോഴും സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും വലിയ വലിയ മാളുകളിലും പോയിട്ടുള്ള ഓഫറുകൾ വാങ്ങിയെടുക്കാനാണ് കൂടുതൽ ശ്രമിക്കാറുള്ളത്. ഏതായാലും ഇതൊരു വ്യത്യസ്തമായ ഓഫറാണ്. മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ, 27 ഫലം അതിനുള്ളതാ. അതായത് മിസ്വാക്ക് ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ 27 പ്രതിഫലം, 27 ഇരട്ടി പ്രതിഫലം. ഇനി എന്താ വേണ്ട? വളരെ സിമ്പിളല്ലേ. ഒരു ബ്രഷ് എടുത്തുനിന്ന് ആ സമയത്ത് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് 2 സൈഡിലേക്കൊന്ന് ഒരുതിയാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ല ഒരു അറാഖിൻ്റെ കൊള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് നിത്യവും അതങ്ങ് പതിവാക്കിയാൽ ഈ ഓഫറുകൾ കിട്ടിക്കോളും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ, മലായികത്തീങ്ങൾ കണ്ടാൽ നമ്മൾ ഹസ്തദാനം ചെയ്യും. ഇങ്ങനെ മിസ്വാക്ക് ചെയ്ത ആളുകളെ കണ്ടാൽ അതിലും വലിയ സൗഭാഗ്യം എന്നാ വേണ്ട? നമ്മളൊരു വലിയ വലിയ ആലിമ്യങ്ങൾ ഉസ്താദുമാരൊക്കെ കണ്ടെന്ന് മുസാഫത്ത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മനസ്സിനുള്ളൊരു സന്തോഷം അതിൻ്റെ എത്ര 10 മടങ്ങ് അപ്പുറത്തായിരിക്കും മലായിക്കത്തുകൾ. പക്ഷെ നമ്മൾ കാണുന്നില്ല. നമ്മളെ കാഴ്ച കൊണ്ട് അത് കണ്ണുകൊണ്ട് കാണാനുള്ള അവസ്ഥ നമുക്കില്ല, കാഴ്ചയില്ല. പക്ഷെ അത് അനുഭവിക്കാൻ പറ്റും എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്കതങ്ങ് വിശ്വസിച്ചേ പറ്റും. ഓക്കെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. മുഖവും പ്രസന്നതയാൽ ശരിക്കു തിളങ്ങുമേ, മുഖം പ്രസന്നമായി തീരും. ഇന്ന് ക്രീമുകൾ വാങ്ങാനുള്ള മത്സരത്തിലെ ജനങ്ങൾ വിപണിയിൽ വ്യത്യസ്തമായ ക്രീമുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കാം പല പരസ്യങ്ങളിലൂടെയും. പക്ഷേ ഇത് നമ്മൾ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മുഖപ്രസന്നത എല്ലാം അങ്ങ് വന്നോളും. തീർന്നില്ല. മൗത്തിൻ്റെ വേദന ലളിതമായി തീരുന്നതാ, ഇത് ഓരോ മനുഷ്യൻ ആഗ്രഹിക്കുന്നൊരു സംഭവമാണ്. അതനുഭവിക്കുന്ന സമയത്ത് മാത്രമേ അറിയൂ. അള്ളാഹു നമുക്കെല്ലാം മൗത്തിൻ്റെ വേദന ലളിതമാക്കി തരട്ടെ. ആ സമയത്ത് അങ്ങനെ ഒരു അവസ്ഥയും കൂടി നമുക്ക് ലഭിക്കും ഇത് ചെയ്താൽ. തീർന്നില്ല. സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ, അതായത് മൗത്തിൻ്റെ സമയത്ത് ഷഹാദത്ത് കലിമ അതിങ്ങ് ഓർമ്മ വരും. എന്ത് സംഗതിയാണെങ്കിലും എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. അവസാന സമയത്ത് ഈമാൻ നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, സലാമത്തിലാകട്ടെ. അത് വലിയൊരു സൗഭാഗ്യമാണ് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഷഹാദത്ത് കലിമ ഓർമ്മ വരാൻ നമുക്ക് സാധിക്കും നിത്യജീവിതത്തിൽ നമ്മളങ്ങ് പ്രാവർത്തികമാക്കിയ. ഇതൊക്കെ നിത്യമായിട്ട് നമ്മൾ ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ. ആമീൻ യാ റബ്ബൽ ആലമീൻ.